നമസ്കാരം. മുസ്ലിം ലീഗിന്റെ സംസ്ഥാന അധ്യക്ഷൻ സ്വാദിഖ് അലി ശിഹാബ് തങ്ങൾ ക്രിസ്തുമസ് ദിനത്തിൽ അല്ലെങ്കിൽ ക്രിസ്മസ് ആഘോഷങ്ങളുടെ ഭാഗമായി ചക്കാലക്കൽ പിതാവിനെ പോയി കണ്ടു. അവിടെ വെച്ച് കേക്ക് മുറിച്ചു. ആ കേക്കിന്റെ ഒരു ഭാഗം കഴിച്ചു. ഇത് അനിസ്ലാമികമാണ്. കേക്ക് മുറിക്കുന്നതല്ല പ്രശ്നം, ആ കേക്ക് മുറിച്ച സമയവും സ്ഥലവും ഒക്കെയാണ് പ്രശ്നം. മറ്റൊരു മതവിഭാഗത്തിന്റെ ആഘോഷവുമായി ബന്ധപ്പെട്ട ചടങ്ങിന്റെ ഭാഗമായി അദ്ദേഹം പ്രവർത്തിച്ചു. അതിന്റെ ഭാഗമായി മുറിച്ച കേക്ക് കഴിച്ചു. ഇത് അനിസ്ലാമികമാണ് എന്ന വിമർശനം ഹമീദ് ഫൈസി അമ്പലക്കടവ് കഴിഞ്ഞ ദിവസം ഉന്നയിച്ചിരുന്നു. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പി കെ കുഞ്ഞാലിക്കുട്ടി, അതുപോലെ തന്നെ PMA സലാം, ഷാഫി ചാലിയം തുടങ്ങി നിരവധി ആളുകൾ ഹമീദ് ഫൈസിക്കെതിരെ അതിശക്തമായ രീതിയിൽ തന്നെ വിമർശനങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. നിലവിൽ ഇവിടെ സമസ്തയിലെ ലീഗ് വിരുദ്ധ ചേരിയുടെ ആളായിട്ടാണ് ഹമീദ് ഫൈസി അറിയപ്പെടുന്നത്. അതുകൊണ്ടാണ് ഹമീദ് ഫൈസി CPIM പറയുന്നതനുസരിച്ച് ലീഗ് നേതാക്കൾക്കെതിരെ ആവശ്യമില്ലാത്ത ചില ആരോപണങ്ങൾ ഉന്നയിക്കുകയാണ്. എന്തായാലും ഇത് ശരിയല്ല. ഹമീദ് ഫൈസി അമ്പലക്കടവിനെതിരെ കേസെടുക്കണം എന്നുള്ള ഒരു ആവശ്യം കൂടെ ഇപ്പോൾ ലീഗ് മുന്നോട്ട് വെക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. ആദ്യമായി എനിക്കിവിടെ പ്രിയപ്പെട്ട ഹമീദ് ഫൈസി അമ്പലക്കടവിനോട് ഒരു കാര്യം ചോദിക്കാനുണ്ട്. സമുദായം ഇപ്പോൾ നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഈ കേക്ക് മുറിയാണോ? കേക്കിന്റെ ഒരു ഭാഗം കഴിക്കുന്നതാണോ? ക്രിസ്തുമസ് ആഘോഷം നടക്കുന്ന സമയത്ത് ചക്കാലക്കൽ പിതാവിനെ സന്ദർശിച്ചതാണോ? അവിടെ ആഘോഷം നടക്കുമ്പോൾ ഇവിടെ മുറിച്ച കേക്കിന്റെ ഒരു ഭാഗം അദ്ദേഹം കഴിച്ചു എന്നുള്ളത് ഇത്ര വലിയ പ്രശ്നമായി ഉന്നയിക്കേണ്ടതുണ്ടോ? പൊതുസമൂഹം താങ്കളെ ഏത് രീതിയിൽ വിലയിരുത്തും, ഏത് രീതിയിൽ നോക്കിക്കാണും എന്ന് താങ്കൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഇതര മതവിഭാഗങ്ങളുടെ ആഘോഷ പരിപാടികൾ നടക്കുമ്പോൾ അവിടെ സന്ദർശിക്കണം, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ സൗഹാർദ്ദം പങ്കുവെക്കണം, സാഹോദര്യം നിലനിർത്തണം എന്നുള്ളത് ഇവിടെ ഇസ്ലാമിക പണ്ഡിതന്മാർ പോലും പലപ്പോഴും പറഞ്ഞിട്ടുള്ള കാര്യമല്ലേ? അവിടെ പോയി ഒരു കഷ്ണം കേക്ക് കഴിച്ചു എന്നുള്ളത് അവരുടെ വിശ്വാസത്തിന്റെ ഭാഗമാകുന്നതാണോ, അല്ലെങ്കിൽ അങ്ങനെയാണോ അതിനെയൊക്കെ നോക്കിക്കാണേണ്ടത്? മറ്റൊരു കാര്യം, ഞാൻ ആദ്യമേ ചോദിച്ച ഒരു കാര്യം, സമുദായം നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം യഥാർത്ഥത്തിൽ ഇതൊന്നുമല്ല. എത്രയോ പ്രശ്നങ്ങൾ സമുദായത്തിനകത്ത് നടക്കുന്നുണ്ട്. ഒരുപാട് വ്യാജ സിദ്ധന്മാർ സമുദായത്തിന്റെ പേര് പറഞ്ഞ് വെള്ളമുണ്ടും ഷർട്ടും ഒക്കെ ഇട്ട് തലപ്പാവും ധരിച്ച് ഒരുപാട് സ്ഥലങ്ങളിൽ സാധാരണക്കാരായിട്ടുള്ള ആളുകളെ ചൂഷണം ചെയ്യുന്നുണ്ട്. സ്ത്രീകളെ ലൈംഗികമായി ചൂഷണം ചെയ്യുന്നുണ്ട്. ഇന്നലെ ഒരു വാർത്ത, ആലുവയിൽ നിന്നൊരു വാർത്ത പുറത്തു വന്നിരുന്നു. തൃശ്ശൂർ ജില്ലയിലെ കടങ്ങോട് പഞ്ചായത്തിലെ ചിറമലങ്ങാട് എന്ന് പറയുന്ന സ്ഥലത്ത് അൻവർ നിസാമി എന്ന് പറയുന്ന ഒരു വ്യക്തി ഇവിടെ ആഭിചാരക്രിയകൾ നടത്തുന്നതിന് വേണ്ടി കളമശ്ശേരിയിൽ ഒരു വീടെടുത്ത് താമസിക്കുന്നു. അവിടുന്ന് ഒരു യുവതിയെ സാമ്പത്തികമായി ചൂഷണം ചെയ്യുന്നു. 40 പവൻ സ്വർണവും 8.5 ലക്ഷം രൂപയും, ആ പണം വീട്ടിൽ വെച്ചാൽ ഭർത്താവും മക്കളും മരണപ്പെടാനുള്ള സാധ്യതയുണ്ട് എന്ന് പറഞ്ഞ് അവരെ തെറ്റിദ്ധരിപ്പിച്ച് ആ പണം അടിച്ചു മാറ്റുന്നു. അവസാനം പോലീസ് അയാളെ അറസ്റ്റ് ചെയ്യുന്നു. ഇന്ന് മിക്കവാറും മാധ്യമങ്ങളിലൊക്കെ ആ വാർത്ത വന്നിട്ടുണ്ട്. ഇത്തരത്തിൽ നിരവധിയായ പ്രശ്നങ്ങൾ സമുദായത്തിനകത്ത് നടക്കുന്നുണ്ട്. സമുദായത്തിൽ നിന്ന് തന്നെ പുറത്തു പോകും വിധമുള്ള സംഭവങ്ങളാണ് നടക്കുന്നത്. ഒരു കേക്ക് കഴിച്ചത് കൊണ്ടൊന്നും ആരും ഇവിടെ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്നില്ല. അല്ലെങ്കിൽ ഇവിടെ ചക്കാലക്കൽ പിതാവിനെ സന്ദർശിച്ചത് കൊണ്ട്, സൗഹൃദം പങ്കുവച്ചത് കൊണ്ടൊന്നും ഇസ്ലാമിൽ നിന്ന് ആരും പുറത്തു പോകുന്നില്ല. അതേസമയം ഇവിടെ പലരെയും പറഞ്ഞു പറ്റിച്ച് തെറ്റിദ്ധരിപ്പിച്ച് കാര്യങ്ങൾ നടത്തി കൊടുക്കാമെന്ന് പറഞ്ഞ് സാമ്പത്തികമായി ചൂഷണം ചെയ്യുന്നു, സ്ത്രീകളെ ലൈംഗികമായി ചൂഷണം ചെയ്യുന്നു. ഈ തലപ്പാവ് ധരിച്ച ആളുകളാണ് പലരും ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. സമസ്ത എന്ന് പറയുന്ന ഒരു സംഘടന, 2 സമസ്തയുണ്ട്, ഏത് സംഘടന വേണമെങ്കിലും ആകട്ടെ, സമസ്ത എന്ന് പറയുന്ന സംഘടനയുടെ ഒരു ഉത്തരവാദിത്തം എന്ന് പറയുന്നത്, കടമ എന്ന് പറയുന്നത് സമുദായത്തിന്റെ ഉന്നമനത്തിനു വേണ്ടി പ്രവർത്തിക്കുക എന്നുള്ളതാണ്. സമുദായത്തിനകത്തുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുക, ഇത്തരത്തിൽ ആളുകളെ പറ്റിച്ചു നടക്കുന്ന ആളുകളെ നിലക്കു നിർത്തുക. നൂറെ ഹബീബ് എന്ന് പറയുന്ന ഹാമിദ് ആറ്റക്കോയ കഴിഞ്ഞ ദിവസം സമസ്തയുടെ അധ്യക്ഷനായിട്ടുള്ള ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ഉദ്ഘാടനം നിർവഹിക്കുന്ന ഒരു പരിപാടിയിൽ, ഒരു മദ്രസ കെട്ടിടത്തിന്റെ ഉദ്ഘാടനമായിരുന്നു. 2025 ജനുവരി 3 ആ ഉദ്ഘാടനം നടന്നത്. ആ പരിപാടിയിൽ വലിഞ്ഞു കയറി വന്ന് അവിടെ പങ്കെടുത്തു. SKSSF അതുപോലെ തന്നെ സമസ്തയും സമസ്തയ്ക്കുള്ളിലെ പലരും ഹാമിദിനെ അതിശക്തമായി വിമർശിക്കുന്ന ആളുകളാണ്, എതിർക്കുന്ന ആളുകളാണ്. സമസ്തയുടെ പരിപാടികളിൽ ഇയാളെ അടുപ്പിക്കരുത്, സമസ്തയുടെ സ്ഥാപനങ്ങളിൽ അടുപ്പിക്കരുത് എന്ന് കൃത്യമായി പറയുന്ന ആളുകളാണ്. എന്നാൽ അത്തരത്തിലുള്ള വിഷയങ്ങളൊക്കെ കാണുമ്പോൾ ഹമീദ് ഫൈസി അമ്പലക്കടവിനെ പോലുള്ള ആളുകൾ, ഞാൻ അദ്ദേഹത്തെ മാത്രം ഉദ്ദേശിച്ചല്ല പറയുന്നത്, പലരും
മൗനം പാലിക്കുകയാണ്. ഇത്തരത്തിൽ തലപ്പാവ് ധരിച്ച നിരവധി ആളുകൾ സമുദായത്തിന്റെ പേരും പറഞ്ഞ് സമുദായത്തെ വിറ്റ് ജീവിക്കുമ്പോൾ അവിടെയൊന്നും ഇല്ലാത്ത ഒരു പ്രശ്നം സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഒരു കേക്ക് മുറിച്ചു എന്നതിന്റെ പേരിൽ ഉയർത്തിക്കൊണ്ടുവരുമ്പോൾ ഇത്തരത്തിലുള്ള വിഷയങ്ങളൊക്കെ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിലേക്കൊന്ന് കൊണ്ടുവന്നതാണ്. കേരളത്തിൽ ഇത്തരത്തിലുള്ള ഈ തലപ്പാവുധാരികളെ കൊണ്ട്, വെള്ള വസ്ത്രം ധരിച്ചു നടക്കുന്ന ആളുകളെ കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട്. എന്തായാലും സാദിഖ് അലി ശിഹാബ് തങ്ങൾ അവിടെ പോയി കേക്ക് മുറിച്ചു എന്നുള്ളത് സമുദായത്തിലെ സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക്, വിശ്വാസികൾക്ക് അത് കാര്യമായി ബാധിക്കാത്തൊരു വിഷയമാണ്. സാദിഖ് അലി ശിഹാബ് തങ്ങൾ വേണമെങ്കിൽ കേക്ക് കഴിക്കട്ടെ, കഴിക്കാതിരിക്കട്ടെ. അദ്ദേഹം അവിടെ പോയി എന്നതിൽ അത്ര വലിയ തെറ്റൊന്നും ഞാൻ കാണുന്നില്ല. പരസ്പരം നമ്മുടെ രാജ്യത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ സൗഹാർദ്ദം അത് പങ്കുവെക്കണം. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കൂടിച്ചേർന്ന് പ്രവർത്തിക്കണം. ഒരു രാഷ്ട്രീയ നേതാവ് എന്നുള്ളതിലൊക്കെ അദ്ദേഹം ഒരു മത നേതാവല്ല, രാഷ്ട്രീയ നേതാവാണ്. മതസംഘടനകളുമായി അദ്ദേഹത്തിന് പങ്കുണ്ടെങ്കിലും ബന്ധമുണ്ടെങ്കിലും അദ്ദേഹം ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷനാണ്. അദ്ദേഹത്തിന് ഏതെങ്കിലും ഒരു വിഭാഗത്തിന്റെ വിഷയം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വിഭാഗത്തോട് മാത്രമേ സൗഹാർദ്ദം പങ്കുവെക്കാൻ കഴിയൂ, അവരോടൊപ്പം മാത്രമേ അല്ലെങ്കിൽ അവർക്ക് വേണ്ടി മാത്രമേ പ്രവർത്തിക്കൂ എന്ന രീതിയിലുള്ള ഒരു നിലപാട് അദ്ദേഹത്തിന് എടുക്കാൻ കഴിയില്ല. മുസ്ലിം ലീഗ് അത്തരത്തിലുള്ള നിരവധി നിലപാടുകൾ പല ഘട്ടങ്ങളിലും പൊതുസമൂഹത്തിനു വേണ്ടി അവർ സ്വീകരിച്ചിട്ടുണ്ട്. വയനാട് ഉരുൾപൊട്ടൽ എല്ലാ വിഭാഗം ആളുകളെയും ബാധിച്ച ഒരു പ്രശ്നമാണ്. അവിടെ എല്ലാവർക്കും വേണ്ടിയാണ് മുസ്ലിം ലീഗ് നല്ല രീതിയിലുള്ള ഒരു പ്രവർത്തനം കാഴ്ചവെച്ചത്. സർക്കാർ നടത്തിയ പ്രവർത്തനങ്ങളെക്കാൾ മുസ്ലിം ലീഗിന്റെ പ്രവർത്തനങ്ങൾ അത് പൊതുസമൂഹം അംഗീകരിച്ചു, അതിനെ അഭിനന്ദിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതുപോലെ പല ഘട്ടങ്ങളിലും മുസ്ലിം ലീഗ് അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്, ഇപ്പോഴും നടത്തിപ്പോരുന്നുണ്ട്. എനിക്ക് എന്തായാലും പ്രിയപ്പെട്ട ഹമീദ് ഫൈസി അമ്പലക്കടവിനെ പോലുള്ള ആളുകളോട് ഇത്തരത്തിലുള്ള വിഷയങ്ങൾ ഉന്നയിച്ച് വെറുതെ പൊതുസമൂഹത്തിന് മുന്നിൽ നിങ്ങൾ വഷളാകരുത് എന്ന ഒരു അഭ്യർത്ഥന നിങ്ങൾക്ക് മുന്നിൽ വെക്കാനുണ്ട്. കാരണം പൊതുസമൂഹം PC ജോർജിനെ നോക്കിക്കാണുന്ന കണ്ണുകൊണ്ട് നിങ്ങളെയും നോക്കിക്കാണും. ഇത്തരത്തിലുള്ള വിഷയങ്ങൾ പൊതുവേദിയിൽ നിങ്ങൾ ഉന്നയിച്ചാൽ ഇത്തരത്തിലുള്ള വിഷയങ്ങളൊന്നും അത്രമാത്രം പെരുപ്പിച്ച് കാണിക്കേണ്ട ഒരു വിഷയമല്ല. അതേസമയം പെരുപ്പിച്ച് കാണിക്കേണ്ട അല്ലെങ്കിൽ കൃത്യമായി നടപടി സ്വീകരിക്കേണ്ട സമുദായത്തിനകത്ത് നടക്കുന്ന പല കൊള്ളരുതായ്മകളും നിങ്ങളെപ്പോലുള്ളവർ കണ്ടില്ലെന്ന് നടിക്കുകയാണ്. ആദ്യം നിങ്ങൾ ഇവിടെ തലപ്പാവ് ധരിച്ച് നടക്കുന്ന ഇത്തരത്തിലുള്ള കൊള്ളയും അതുപോലെ തന്നെ ലൈംഗിക ചൂഷണങ്ങളും നടത്തുന്ന വ്യാജ സിദ്ധന്മാർക്കെതിരെ ശബ്ദിക്കണം. അതാണ് ഇവിടെ സമുദായം ഏറ്റവും കൂടുതൽ ഇപ്പോൾ സമുദായത്തിന് ചീത്തപ്പേരുണ്ടാക്കുന്ന ഒരു വിഷയം അതാണ്. അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഒരു മതപണ്ഡിതൻ എന്നുള്ള നിലക്ക്, ഒരു മതസംഘടനയുടെ നേതാവ് എന്നുള്ള നിലക്ക് അതിൽ ഇടപെടേണ്ടത് താങ്കളുടെ ഉത്തരവാദിത്വമാണ്. നാളെ സർവശക്തന്റെ മുന്നിൽ താങ്കൾ മറുപടി പറയേണ്ടി വരും ഇത്തരത്തിലുള്ള ആളുകൾക്കെതിരെ. അതായത് ഇവിടെ സമുദായത്തിന്റെ പേര് പറഞ്ഞ് സമുദായത്തെ വിറ്റ് ജീവിക്കുന്നവർക്കെതിരെ ഒരു മതസംഘടനയുടെ നേതാവ് എന്ന് പറഞ്ഞ് നടന്നിട്ട് അല്ലെങ്കിൽ ഒരു പണ്ഡിതൻ എന്ന രീതിയിൽ താങ്കൾ പ്രതികരിച്ചില്ല എന്ന് പറയുമ്പോൾ തീർച്ചയായും അതിന് താങ്കൾ മറുപടി പറയേണ്ടി വരും. ഇനി സാദിഖ് അലി ശിഹാബ് തങ്ങൾ കേക്ക് കഴിച്ചത് അതിലെന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടെങ്കിൽ അതിന് മറുപടി അദ്ദേഹം പറയും. ആ വിഷയത്തിൽ താങ്കൾ ഇടപെട്ട് കൂടുതൽ വഷളാകരുത് എന്ന ഒരു അഭ്യർത്ഥന ഞാൻ ഒരിക്കൽ കൂടെ താങ്കൾക്ക് മുന്നിൽ വെക്കുകയാണ്.